ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്ക് ഓവർ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ ഡൈനിങ് ടേബിൾ, ഓൾഡ് ഡൈനിങ് ടേബിളിൻ്റെ മേക്ക് ഓവർ വീഡിയോ. അപ്പം നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്ലാസ് ഡൈനിങ് ടേബിൾ പഴയതായി കഴിഞ്ഞാൽ നല്ല ഭംഗിയാക്കി എങ്ങനെ എടുക്കാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പല കൂട്ടുകാരും പറഞ്ഞു നമ്മുടെ പഴയ വുഡൻ ഡൈനിങ് ടേബിൾ, വുഡിൻ്റെ ടൈപ്പ് ഓഫ് ഡൈനിങ് ടേബിൾ ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡൈനിങ് ടേബിളിൻ്റെ ഒരു മേക്ക് ഓവർ വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ കയ്യിൽ വുഡൻ ടേബിൾ ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലാസ് ടേബിളിൽ കാണിക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവം ഇതാണ്. ഇത് വോൾ സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ PVC ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഇവിടേക്ക് ആണെങ്കിൽ ഷോപ്പിലൊക്കെ ധാരാളമായിട്ട് കിട്ടും. 10 റിയാൽസ് 20 റിയാൽസിന് ഒരു ഫുൾ റോളൊക്കെ കിട്ടും കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. കണ്ടോ ഈ ഷീറ്റ് കണ്ടോ, ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ സ്റ്റിക്കറാണ്. ഇത് PVC ഷീറ്റ് എന്നാണ് പറയുന്നത്. ഒരു ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് പോലത്തെ ഒരു ഷീറ്റാണ് കേട്ടോ. അങ്ങനെ വെള്ളമൊന്നും തൊട്ടാലൊന്നും അങ്ങനെ നാശമായി പോകുന്ന ടൈപ്പ് പേപ്പർ ഷീറ്റ് അല്ല. അത്യാവശ്യം വെള്ളമൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ലാത്ത ഷീറ്റാണ് കേട്ടോ. പിന്നെ ഒരുപാട് ഉരച്ച് സ്ക്രാച്ച് ചെയ്ത് അങ്ങനെയൊക്കെ ആവാതിരുന്നാൽ മതി. അപ്പോൾ നമുക്കിത് ഇതുപോലെ നമ്മുടെ പഴയ ടേബിളിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ച് കാര്യങ്ങൾ. നമ്മളുടെ തുടക്ക ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം വേണം ബാക്കി ഒട്ടിക്കാൻ. ഒറ്റയടിക്ക് സ്റ്റിക്കർ നമ്മൾ സാധാരണ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിക്കുന്ന പോലെ ബാക്കിലത്തെ അതിങ്ങനെ വലിച്ചു കളഞ്ഞിട്ട് ഒട്ടിക്കരുത്. തുടക്കത്തിൽ ഇത്തിരി ഭാഗം മാത്രം നമ്മുടെ സ്റ്റിക്കറിൻ്റെ ബാക്ക് ഭാഗം വലിച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം എന്താ, ഇപ്പോൾ ഈ കാണുന്ന പോലെ അതിനെ റോൾ ചെയ്ത് തന്നെ ഇട്ടിട്ട് ബാക്കിലത്തെ മാത്രം വലിക്കുക ഉണ്ടോ. മറ്റേത് ഇങ്ങനെ റോൾ ചെയ്ത് ചെറുതായി ഇങ്ങനെ പൊക്കി കൊടുത്ത് നമ്മളിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വരണം. അപ്പോൾ കുറച്ച് ഇതുണ്ട്, എയർ ബബിൾസ് ഒട്ടും കയറാതെ വേണം നമ്മളിതിനെ ഒട്ടിച്ച് കൊടുക്കാൻ. അതാണ് നമ്മളുടെ മെയിൻ പരിപാടി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ബുക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കാർഡ്ബോർഡിൻ്റെ പീസോ എന്തെങ്കിലും എടുക്കാം. എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അതിങ്ങനെ റോൾ ചെയ്തിട്ടത് കൊണ്ട് തന്നെ അതിങ്ങനെ ആയി കിട്ടിക്കോളും. നമുക്കിങ്ങനെ പതുക്കെ ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി. കണ്ടോ, അതിൻ്റെ ബാക്കിലത്തെ സ്റ്റിക്കർ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ പതുക്കെ ഇതിങ്ങനെ ആക്കി വലിച്ച് എടുക്കാൻ പറ്റും. അപ്പോൾ എയർ ബബിൾസ് ഒട്ടും കയറാതെ ഒട്ടിക്കാനായിട്ട് നല്ലതാണ്. അപ്പം മോൻ അവിടെ റൈറ്റിംഗ് പാഡും കൊണ്ട് വന്നതാണ് കേട്ടോ. ആൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നതാണ് മോൻ. അപ്പോൾ ഞാൻ വെച്ച് ചെയ്തോട്ടെ വെച്ചു. പക്ഷേ കുഴപ്പം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് ഒട്ടിച്ചില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എയർ കയറും. അപ്പോൾ മോൻ ശരിക്കൊന്നും ചെയ്തില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ എയർ ബബിൾസൊക്കെ കയറിയായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പിന്നെ എൻ്റെ ഈ ഡൈനിങ് ടേബിൾ ഗ്ലാസ് ടേബിൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഷീറ്റ് ഇടുന്നേക്കാളും നല്ലത് എപ്പോഴും നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്ത ആ ഒരു മേക്ക് ഓവർ തന്നെയാണ് കേട്ടോ എൻ്റെ ടേബിളിന്, നല്ല ഗ്ലാസ് ടേബിളിന് നല്ലതായിട്ട് വരുന്നത്. അപ്പോൾ ദാ നമ്മൾ ഇതുപോലെ ഒട്ടിക്കുകയാണ്. ഈ ഷീറ്റുകൾ പല സൈസിലുണ്ട്. അപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ സൈസ് അനുസരിച്ച് നോക്കിയിട്ട് മേടിക്കുക കേട്ടോ. റോളിൻ്റെ ലെങ്ത്ത് സൈസും ഒക്കെ പലതായിട്ടുണ്ട് കേട്ടോ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടുകയാണെങ്കിൽ. അപ്പോൾ ദാ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം എൻഡ് ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എൻഡ് ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അവിടെയും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എൻഡ് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് ഒട്ടിച്ച് നമ്മൾ ഈ ചെയ്തിരുന്ന അതേപോലെ തന്നെ ഒട്ടിച്ച് താഴത്തോട്ട് വരിക. എന്നിട്ട് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എന്താണ് നമ്മൾ എൻഡിൽ ചെയ്യുന്നതെന്ന് നമ്മളിതാ ഇതുപോലെ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് എക്സസ് ആയിട്ട് ഇട്ടിട്ട് കട്ട് ചെയ്യുക കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് കറക്റ്റായിട്ട് ട്രിം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കറക്റ്റ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഭംഗിയായിട്ട് വന്നില്ലെങ്കിലോ ഒരല്പം എക്സസ് ആക്കി എടുക്കാം. അപ്പോൾ അതുമല്ല, വേറൊരു മെത്തേഡും കൂടെ ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ടാണ് എക്സസ് ആക്കി എടുക്കാൻ പറയുന്നത്. അപ്പോൾ അടുത്ത സൈഡ് ഒട്ടിക്കുമ്പോൾ നമുക്ക് ഒന്നുകിൽ ഇത് ഓവർലാപ്പ് ചെയ്ത് ഒട്ടിക്കാം. കണ്ടോ, ഇതുപോലെ മുകളിലോട്ട് ഓവർലാപ്പ് ചെയ്ത് ഒട്ടിക്കാം. അതല്ലെങ്കിൽ കറക്റ്റ് ആ ലെവലിൽ തന്നെ വെച്ചിട്ടായാലും ഒട്ടിക്കാം കേട്ടോ. അതെങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സ്റ്റിക്കേഴ്സ് കുറേ എക്സസ് ആയിട്ട് ബാക്കിയാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഓവർലാപ്പ് ചെയ്ത് ഒട്ടിക്കുന്നത്. ഓവർലാപ്പ് ചെയ്ത് ഒട്ടിച്ചാലും അങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പക്ഷെ കുറച്ചുകൂടെ നല്ലത് നമ്മൾ കറക്റ്റായിട്ട് അതിനോട് ചേർത്ത് വെച്ച് ഒട്ടിക്കുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. പിന്നെ ഈ സ്റ്റിക്കേഴ്സ് ഇപ്പോൾ ഇത് ബ്ലൂ കളറാണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ടാണ് ഞാനിതിൽ കാണിച്ചത്. ഞാനിത് ബുക്ക് റാപ്പിങ്ങിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. ഇത് നമുക്ക് വോൾ സ്റ്റിക്കേഴ്സ് തന്നെയാണ് കേട്ടോ നമ്മുടെ, പക്ഷേ റേറ്റ് കുറവുള്ള വോൾ സ്റ്റിക്കേഴ്സ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് പല കളറിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ വുഡൻ ടേബിളിന് വുഡൻ ഫിനിഷിങ് തന്നെ മതി എന്ന് വെച്ചാൽ പല വുഡിൽ മഹാഗണി, വീട്ടി, എല്ലാ ടീക്ക് വുഡ് എല്ലാ കളേഴ്സിലും നമുക്ക് ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നോക്കിയിട്ട് ഇഷ്ടമുള്ള ഡിസൈൻസ് നോക്കിയിട്ട് നമുക്ക് മേടിക്കാം. പല ഡിസൈൻസിലുണ്ട്.
പിന്നെ ഇതിൽ നമുക്ക് വെള്ളമൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല, ഡൈനിങ് ടേബിൾ അല്ലേ, അപ്പോൾ എപ്പോഴും വെള്ളമൊക്കെ വരും. ഇതിലിപ്പോൾ എയർ ബബിൾസ് കയറുകയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പറിച്ചെടുത്ത് ഒന്നും കൂടെ ഒട്ടിക്കണം കേട്ടോ. പിന്നെ ഈ എക്സസ് ഇട്ടത് ഒന്നുകിൽ നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റ് ലെവലിൽ കളയുക, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ താഴത്തോട്ട് മടക്കി വെക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ബ്ലൂ കളറിന് പകരമായിട്ട് നല്ല ഭംഗിയുള്ള വുഡിൻ്റെ കളറൊക്കെ ഒട്ടിക്കണമെങ്കിൽ പുത്തൻ ഡൈനിങ് ടേബിൾ പോലെ തന്നെ ഇരിക്കും, ഒട്ടും ഇതില്ലാതെ നന്നായിട്ട് തന്നെ ഇരിക്കും. ഈ എയർ ബബിൾസ് ഒക്കെ വരികയാണെങ്കിൽ ഒന്നുകിൽ നന്നായിട്ട് ഇതുപോലെ കാണുന്ന പോലെ വലിച്ച് എടുക്കുക, അല്ലെങ്കിൽ വീണ്ടും പൊളിച്ചെടുത്തിട്ട് ഒന്നുകൂടെ ഒട്ടിക്കുക കേട്ടോ. ഓക്കെ, എയർ ബബിൾസ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം തട്ടിയാലോ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. ചെറുതായിട്ട് മഞ്ഞൾ അങ്ങനത്തെ കറികളുടെ ഇതൊക്കെ വിട്ടാലും കഴുകിയെടുത്താൽ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഉരയ്ക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്ക്രാച്ച് വീണ് പൊട്ടാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കണ്ടോ, മോൻ ചെയ്ത ആ ഭാഗത്ത് കുറച്ച് എയർ ബബിൾസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും വളരെ പെട്ടെന്ന് ഡൈനിങ് ടേബിളിന് ഒരു പുതിയ മേക്ക് ഓവർ കൊടുക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളി ലുക്കും കൊടുക്കാം. നമ്മൾ സെലക്ട് ചെയ്യുന്ന വാൾപേപ്പർ സ്റ്റിക്കേഴ്സിന് അല്ലെങ്കിൽ PVC സ്റ്റിക്കറിനനുസരിച്ച് അടിപൊളി ലുക്കും കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ ലുക്ക് മാറ്റിയെടുക്കാം. അത് മാത്രമല്ല നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇത് പറിച്ചെടുത്തിട്ട് പുതിയതായിട്ട് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് പുതിയത് കൊടുക്കാം. റേറ്റും അത്ര അധികമൊന്നുമില്ല, 199 150 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് ഡൈനിങ് ടേബിൾ മേക്ക് ഓവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇനിയും ഗ്ലാസ് ടേബിൾ ഇല്ലാത്തവർക്ക് വുഡൻ ടേബിൾ മേക്ക് ഓവർ ചെയ്യുന്ന വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.